എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മണവാളന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മളെ വീഡിയോ കാണുന്നത് മാർഷൽ ആർട്സ് പഠിക്കാൻ താല്പര്യമുള്ളവരും മാർഷൽ ആർട്സ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതും മാർഷൽ ആർട്സിനെ കുറിച്ച് കൂടുതൽ നിരീക്ഷിക്കുന്ന ആളുകളൊക്കെയാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരാൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, നിങ്ങൾക്കും റീച്ച് ആകാൻ വേണ്ടിയിട്ട് മണവാളനായിട്ട് ഒരു ബെറ്റ് വെച്ചൂടെ, ഒരു 3 ലക്ഷം 5 ലക്ഷം റുപ്യ 10 ലക്ഷം റുപ്യൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഇട്ട് വൈറലായിക്കൂടെ എന്ന് ചോദിച്ച്. അപ്പോൾ അത്തരക്കാർക്കും അതേപോലെ ഇന്ന് മാർഷൽ ആർട്സ് തെറ്റായി കണക്കാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ദീപക്. ഏകദേശം 1 വർഷമായിട്ട് മാർഷൽ ആർട്സ് പഠിച്ചു വരുന്ന വ്യക്തിയാണ്. ഇത് അനുജിത്ത് മാർഷൽ ആർട്സ് പഠിച്ചിട്ടില്ല. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസവും കൂടാതെ മറ്റു മാർഷൽ ആർട്സിനെ കുറിച്ച് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടെ കരാട്ടയും കളരി കുങ്ഫു അതുപോലെ ജൂഡോ റെസ്ലിംഗ് MMA ഫൈറ്റിംഗ് ഇങ്ങനെ ഒരുപാട് പഠിക്കുന്ന ആയോധനകൾ പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവരെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ മാർഷൽ ആർട്സ് ആണ് ഏറ്റവും ടോപ്പ്, മറ്റുള്ളവരൊക്കെ വെറുതെ ആണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. കളരിയാണ് ഏറ്റവും വലിയ മാർഷൽ ആർട്സ്, അതുപോലെ കരാട്ടയാണ് ലോകത്തിലെ ഏറ്റവും ടോപ്പ് മാർഷൽ ആർട്സ് എന്നൊക്കെ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ പൊളിച്ചടക്കാനും അതിനെ ഒരിക്കലും നമ്മൾ മോശമായി ചിത്രീകരിക്കല്ല, പക്ഷെ മനസ്സിലാക്കിയ കാര്യങ്ങളെ കുറിച്ച് കുറച്ച് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരാനാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ദീപക് ഏകദേശം ഇപ്പോൾ 1 വർഷമായിട്ട് മാർഷൽ ആർട്സ് ചെയ്യുന്നുണ്ട്. ദീപക് ഇപ്പോൾ ചെയ്യാം, ഒന്ന് ഫൈറ്റിംഗ് ചാൻസിലേക്ക് അല്ലേ? ഇതാണ് ദീപകിന്റെ ഫൈറ്റിംഗ് ചാൻസ്. ഇതാണ് ദീപക് എങ്ങനെയായാലും ഫൈറ്റ് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ദീപക് ഫൈറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് അനുജിത്ത് ചെയ്യുമ്പോൾ ഫൈറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ? ആൾക്ക് ചെയ്യുമ്പോൾ കയ്യൊന്നും ആക്കൊന്നുമില്ല. ആള് നാടൻ അടി അടിക്കുന്ന സമയത്ത് ഈ രീതിയിലേ നിൽക്കൂ അല്ലേ? ഈ അടിക്കാൻ പോകുമ്പോ ഇങ്ങനെയൊക്കെ എന്തിൻ്റെ അടിക്കാൻ പോവുക അല്ല, നോർമൽ ഇങ്ങനെ പോകും. അല്ലെ ഒരാൾ തന്നെ അടിക്കാൻ വരികയാണെങ്കിലും ഇങ്ങനത്തെ അല്ലേ നിൽക്കൂ, സെയിം ഇതിലാ നിൽക്കുക. അപ്പൊ ഒരാൾ പഠിച്ച വ്യക്തിയും പഠിക്കാത്ത വ്യക്തിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെയാണ് ഇവർ തമ്മിലുള്ള അടി. ഇപ്പൊ ദീപക് പഠിച്ച വ്യക്തിയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരിക്കുക പെട്ടെന്ന്, അല്ലെങ്കിൽ നമ്മൾ റിങ്ങിലെ ഫൈറ്റും മനസ്സിലാക്കേണ്ടത്, റിങ്ങിലെ ഫൈറ്റ് ഉണ്ട്, അതുപോലെ സ്ട്രീറ്റ് ഫൈറ്റ് ഉണ്ട്, അപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഫൈറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഫൈറ്റുകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയേണ്ടത് തന്നെയുണ്ട്. അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഇപ്പൊ നമ്മൾ റിങ്ങില് അല്ലെങ്കിൽ നമ്മളിപ്പോ ഫൈറ്റ് ചെയ്യുക എങ്ങനെയാ? ഇങ്ങനെ നിൽക്കും, ചാൻസിൽ ഒരു കിക്കൊക്കെ ഇങ്ങനെ ചെയ്യൂ, തിരിച്ച് അങ്ങോട്ട് ഒരു കിക്ക് ചെയ്യൂ, ഒരു പഞ്ചൊക്കെ അങ്ങോട്ട് ഇതൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെയാ ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ഫൈറ്റ് നമ്മൾ ചെയ്തത്. ഇപ്പൊ നമ്മൾ സ്ട്രീറ്റിൽ നിന്ന് ഒരാളായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ആള് നേരെ ഇങ്ങനെ റേഡിയോ വരികയാണ്, ഞാനും ഇങ്ങനെ പോവാണ്. പെട്ടെന്ന് എന്നോട് പൂർണ്ണമായിക്കോ തട്ടിപ്പോയി. ഇപ്പൊ ആള് ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചെയ്യുക കണ്ടോ, ഉന്തിടും. നല്ല ശക്തമായിട്ടുള്ള ഉന്താണെങ്കിൽ ഞാൻ കവന്നടിച്ച് വീഴുകയോ ചെയ്യും. ഞാനിപ്പോ എന്ത് ഫൈറ്റ് പഠിച്ചാലും എന്ത് രീതിയിൽ പഠിച്ചാലും ചിലപ്പോൾ ആളെ നല്ല സ്ട്രോങ് ഉള്ള ആളുമാണ്, അത്രയും പവറിൽ ഉന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിലത്ത് വീഴുകയും ചെയ്യും. അപ്പൊ ഇതാണ് സ്ട്രീറ്റ് ഫൈറ്റിന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ അടിക്കുന്നതിന് എന്താ പറയാ, ചാൻസ് ഒന്നും ഉണ്ടാകില്ല, എങ്ങനെ വേണേ അടിക്കും അല്ലെ? സ്ട്രീറ്റ് ഫൈറ്റ് ആണെങ്കിൽ എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിലൊക്കെ അടിക്കും, ഇന്ന രീതിയൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് അല്ലെ നമ്മൾ ഫൈറ്റ് പഠിച്ച് ഈ ചാൻസിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ആൾ അടി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളൊരു വ്യത്യാസം കാണുന്നത്. അതിലുള്ള ഒരു മിസ്റ്റേക്ക് പറയുകയാണെങ്കിൽ ഈ രീതിയിൽ പഠിക്കുമ്പോൾ നമ്മൾ റിങ്ങിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് ആലോചിക്കാനൊക്കെ സമയമുണ്ട്. ചാൻസ് എടുക്കും, ഈ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആലോചിക്കാനൊക്കെ സമയമുണ്ട്. ഇയാളെ വീക്ക് പോയിന്റ് ഒക്കെ നമുക്ക് മനസ്സിലാക്കുക, ഇവിടെ വീക്ക് പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ വീക്ക് പോയിന്റ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ എനിക്ക് നേരെയുള്ള സാധനങ്ങളാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീക്ക് പോയിന്റുകൾ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ചാൻസ് ഒക്കെ മാറ്റി ഇങ്ങനെയൊക്കെ നിന്നിട്ട് ഈ രീതിയിലൊക്കെ നിന്നിട്ട് ഇങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് എന്താ പറയുക നമ്മളെ റിങ്ങിലുള്ള ഫൈറ്റിങ്ങിൽ വരുന്നത്. പക്ഷെ ഒരിക്കലും നമ്മൾ സ്ട്രീറ്റിലുള്ള ഒരു ഫൈറ്റ് വരുന്നത് ഈ ഒരു രീതിയിലേ അല്ല. അവിടെ അവന് തോന്നിയത് എങ്ങനെയാണോ അവന്റെ ജീവൻ വെച്ചുള്ള അടി ആയിരിക്കും, മരണ അടി എന്ന് തന്നെ പറയാം. ആണ് അത്രയ്ക്ക് ദേഷ്യത്വത്തോളം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും ഇങ്ങോട്ട് വരുന്ന അടി. നമ്മൾ ഇങ്ങനെയൊക്കെ നിന്ന് നമ്മൾ ഈ രീതിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആൾ അടി തുടങ്ങി ചിലപ്പോൾ എന്ത് ചെയ്യും, അടി കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. നമ്മൾ ആലോചിക്കാനുള്ള ടൈം പോലും നമുക്ക് ഉണ്ടാകില്ല. അപ്പോൾ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ചിലർ പറയും പിന്നെ ഈ കരാട്ട പഠിക്കുന്നുണ്ടും കളരി പഠിക്കുന്നുണ്ടും കുങ്ഫു പഠിക്കുന്നുണ്ടൊക്കെ ഇങ്ങനത്തെ ഉള്ള രക്ഷപ്പെടാനാണ് അല്ലേന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഒരു കറക്റ്റ് പൊസിഷൻ അല്ല നിൽക്കുന്നെങ്കിൽ നമ്മൾ അടി കൊണ്ട് വീടിയിരിക്കും. അത് നമ്മൾ എന്ത് പഠിച്ചാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരാള് പെട്ടെന്ന് ഒന്നും അറിയാൻ നിൽക്കുന്ന സമയത്ത് ഉന്തി കഴിഞ്ഞെന്താ പെട്ടെന്ന് പ്രതികരിക്കാനൊന്നും പറ്റിയെന്ന് വരികയല്ല.
നമ്മള് എന്താ പറയാ നല്ല സ്ട്രോങ്ങിൽ ഇപ്പൊ ആള് എന്നെ മെല്ലെ ചെയ്തോണ്ടാണ് എനിക്കൊന്നും പറ്റാത്തത്. സ്ട്രോങ്ങിലാവുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീണിരിക്കും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ആളുകൾ തെറ്റായി മനസ്സിലാക്കുന്നുണ്ട് ഈ കരാട്ട പഠിച്ചാലും മറ്റുള്ള മാർഷൽ ആർട്സ് പഠിച്ചാലും എല്ലാം തികഞ്ഞവരായി അല്ലെങ്കിൽ ആരെ അടിച്ചു തള്ളിയിടാന്നൊക്കെ ഉള്ള ഒരു ചിന്ത വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വീഡിയോയിലേക്കാണ് ഇപ്പൊ വരുന്നത്. അപ്പൊ മണവാളന്റെ ഒരു കേസ് നേരത്തെ പറഞ്ഞ്, അപ്പോ മണവാളൻ എന്ന് പറയുന്ന ആള് ഇപ്പൊ പറയുകയാണെങ്കിൽ ആള് റീച്ചിന് വേണ്ടിയിട്ടാണ് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മണവാളെ ഫൈറ്റ് ചെയ്തൊരു വീഡിയോ. അപ്പോ അയാളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം ആക്ക് എന്താ പറയാ അത്ര പോഷണമൊന്നല്ല. ചിലപ്പോ 1, 2, 3 മാസത്തെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള വ്യക്തിയാ. ഫേസ് കണ്ടാൽ തന്നെ അറിയാം പേടിയോടെയാണ് ഫൈറ്റ് ചെയ്യുന്നത്, ഒന്നും അറിയാണ്ടാ ഫൈറ്റ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് മണവാളനൊരു നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള MMA ഫൈറ്റോടാ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടി കിട്ടി വീണിരിക്കും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ മണവാളൻ നല്ല രീതിയിൽ MMA ഫൈറ്റ് പഠിക്കുന്നെങ്കിൽ ആൾക്കും തിരിച്ച് പിടിച്ച് നിൽക്കാൻ പറ്റും. അപ്പോ ആ മണവാളൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ റീച്ചിന് വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് അയാളെ എന്താ പറയാ അയാളെ വരുമാനത്തിന് വേണ്ടി ചെയ്ത കാര്യം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് അയാളെ കുറ്റം പറയേണ്ട യാതൊരു ആവശ്യമല്ല. പിന്നെ ഓപ്പോസിറ്റ് പറയുന്ന ആളുകൾ, അതിനെ എതിർത്ത് പറയുന്ന ആളുകളുണ്ട്. അപ്പോ ഇന്റർനാഷണൽ ചാമ്പ്യന്മാരായിട്ട് നമുക്ക് ഒക്കെ അഭിമാനമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ ഇയാൾക്കെതിരെ തുറന്നു കാട്ടാനൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. എന്തിനാ അതിന്റെയൊക്കെ ആവശ്യം? ഒരു ആവശ്യമല്ല. നിങ്ങൾ നിങ്ങളെ കഴിവ് അനുസരിച്ച് മുന്നോട്ട് പോകുക. ആളുകൾ നിങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ അയാൾ എന്താണോ ചെയ്യുന്നത് അത് അംഗീകരിക്കുന്ന ആളുകളുണ്ട്, അംഗീകരിക്കാത്ത ആളുകളുണ്ട്. ഒരാളെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമല്ല. കാരണം കരാട്ട പഠിക്കുന്നതും മറ്റുള്ള മാർഷൽ ആർട്സ് പഠിക്കുന്നതൊക്കെ ചില നല്ല രീതിയിലും പഠിക്കുന്നുണ്ട്, ചിലപ്പം വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് അങ്ങനെ പഠിക്കുന്ന ആളുകളുണ്ട്, ജസ്റ്റ് പേരിന് പ്രശസ്തിക്ക് വേണ്ടിയൊക്കെ പഠിക്കുന്ന ആളുകളുണ്ട്, പല രീതിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത്, ഞാനിപ്പോ മാർഷൽ ആർട്സ് പഠിക്കുന്നത് ആരെ അടിച്ച് തള്ളിയിടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടല്ല ഞാൻ പഠിക്കുന്നത്. ഞാൻ എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ മാനസികമായിട്ടുള്ള സംതൃപ്തിക്കും കുറച്ച് ഡിഫൻസ് പഠിച്ചു വെക്കാം എന്നുള്ള രീതിയിൽ മാത്രം. ഇത് പഠിച്ചുകൊണ്ട് ഞാൻ എല്ലാവരെയും തള്ളിയിടുന്നൊന്നും ഞാൻ ഒരിക്കലും വെല്ലുവിളിക്കാൻ പോകുന്നില്ല. ഏത് ചെറിയ മക്കൾക്ക് വേണമെങ്കിൽ എന്നെ അടിച്ചിട്ട് പോവാം. അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ സമയത്തിന്റെ ഇതുപോലെ ഇരിക്കും. ചില നല്ല സമയമാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തൊക്കെ നിൽക്കാൻ പറ്റും. നമ്മളെ മോശം സമയമാണെങ്കിൽ അടിയൊക്കെ ഇട്ടിരിക്കും. അതൊക്കെ ഓരോരോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് പോലും ഇരിക്കും. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ തന്നെ ഉണ്ട്. ഒരുപാട് പറഞ്ഞാൽ തീരൂല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാർഷൽ ആർട്സ് പഠിക്കുന്ന ആളുകൾക്ക് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല. കാരണം പുതിയ ആളുകളൊക്കെ ഒരുപാട് ആളുകൾ ലഹരിക്കും മറ്റിനൊക്കെ അടിമപ്പെട്ടിട്ട് പല വഴിക്കായി പോകുന്നത്. അവർക്കൊക്കെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടും മനസ്സ് വേറെ രീതിയിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാർഷൽ ആർട്സിലേക്ക് നമ്മൾ ആളുകളെ ക്ഷണിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ എന്താ പറയുക, അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ആളുകൾ നല്ല രീതിയിൽ മാർഷൽ ആർട്സ് ഏതെങ്കിലും പഠിക്കട്ടെ, കരാട്ടയോ കുങ്ഫുവോ MMA ഒക്കെ പഠിക്കട്ടെ. അതുവഴി എന്താ ആളുകൾക്ക് ഗുണേ വരും. നമ്മൾ മറ്റുള്ള ആളുകൾ ലഹരിയിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ മാർഷൽ ആർട്സ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാർഷൽ ആർട്സ് നല്ലതല്ല, നമ്മൾ മോശമാണ് അങ്ങനെ പറയുന്നത് വഴി എന്താ ഉണ്ടാകുക, ഈ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ടല്ലോ അവര് ചിലപ്പോ ഇതൊക്കെ വേസ്റ്റാന്ന് വിചാരിക്കും. ചിലരെന്ത് ചെയ്യും, തള്ളിപ്പറയും. നല്ല രീതിയിൽ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് എന്താ അതൊക്കെ ഒരു ചീത്തപ്പേരാ വരിക. എന്തിനാ നമ്മൾ അതിനൊക്കെ മെനക്കെടുന്നത്? ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യട്ടെ. ചിലർ റീച്ചിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കട്ടെ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ വീഡിയോ എടുക്കുക. ആർക്കും ദോഷമാകാണ്ടിരുന്നാൽ മതി. നമ്മളെ സിനിമയിലൊക്കെ എത്ര പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കുംഫുവിനെ കരാട്ടയും കളയിനെയും ഒക്കെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ അതിനൊക്കെ നമുക്ക് എതിർത്ത് പറയാൻ പറ്റുമോ? അപ്പൊ എന്തിനും ഒരു പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. ഒരിക്കലും മാർഷൽ ആർട്സിന് എന്ത് ചെയ്യാൻ പാടില്ല, മാർഷൽ ആർട്സിന് അടിച്ചു തള്ളിയിട്ട് ഇത്ര വില ഇടാൻ പാടില്ല. അതൊക്കെ പണ്ടായിരുന്നു. തച്ചോളി ചേകവരും അങ്ങനത്തെ നമ്മളെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതൊക്കെ കാലഘട്ടം കഴിഞ്ഞ്. ഇപ്പൊ നമ്മൾ പഠിക്കുക, നമ്മൾ നല്ല ശക്തി ഉണ്ടാക്കാനും നമ്മളെ ഫൈറ്റ് പഠിക്കാനും വേണ്ടിയിട്ട് മനസ്സ് നല്ല രീതിയിലാകാൻ വേണ്ടി, നല്ല വ്യക്തികളാകാൻ വേണ്ടി പഠിക്കുക. അല്ലാതെ ഈ മത്സരത്തിന് വേണ്ടിയിട്ട് വെറും മത്സരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേണ്ടി പഠിക്കരുത്. അത് ആ രീതിയിൽ പോട്ടെ, മത്സരത്തിന് പഠിക്കുന്നവർ ആ രീതിയിൽ പഠിക്കുക, നല്ല കാര്യം തന്നെ. അപ്പൊ ഒരിക്കലും അത് പൈസ ബെറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ 10 ലക്ഷം തരാം, 3 ലക്ഷം 5 ലക്ഷം ഒന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല. ഈ ഒരു മാർഷൽ ആർട്സിനെ വേണ്ടാത്ത രീതിയിലേക്ക് കൊണ്ടുപോകരുത്. കാരണം അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതൊക്കെ ഒരു നെഗറ്റീവായിട്ടേ മനസ്സിലേക്ക് വരും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആരെയും ഞാൻ മോശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഈ ഒരു സംഗതി നമ്മളെ എല്ലാവരും എത്തിക്കുക, ഇതിനെക്കുറിച്ച് മാർഷൽ ആർട്സിനും കൂടുതൽ പഠിക്കുക. അപ്പോൾ മണവാളന്റെ കേസൊക്കെ അങ്ങനെ തന്നെ വിടുക. ആരും അതിന്റെ വഴിയൊന്നും പോയിട്ട് ചെറിയ സമയം പോകേണ്ട ആവശ്യമില്ല. ഇത്രയൊക്കെ എനിക്കിപ്പം പറയാനുള്ളൂ. ഓക്കെ, എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ
കമന്റിൽ അറിയിക്കുക. ശരിയാ, നീ കേട്ടത് ശരിയാ, കാടളക്കി വരണ കൊമ്പന തളച്ചത് ശരി.